ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. പവി കെയർ ടേക്കർ മൂന്നാം ദിനം ഞായറാഴ്ച എങ്ങനെ പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. മികച്ച രീതിയിൽ തന്നെ കാഴ്ചവെക്കുന്നു എന്നാണ് ഉത്തരമെന്ന് പറയാം. അതായത് ഇന്നലെയും മിനിങ്ങാന്നും എങ്ങനെയാണ് കളക്ഷൻ പോയിരുന്ന അതേ രീതിയിൽ തന്നെ സിനിമയ്ക്ക് കളക്ഷൻ വരുന്നു. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് കേരള കളക്ഷൻ 2 കോടിക്ക് മുകളിലേക്ക് എത്തിയ സിനിമ ഇന്നും 1 കോടിക്ക് മുകളിലുണ്ടാകുമെന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. 1.5 കോടിക്ക് മുകളിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് പ്രതീക്ഷിക്കുന്നത് ആദ്യ 3 ദിവസം കൊണ്ട് 3.5 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ വരുമെന്നാണ്. അത് നമുക്ക് വൈകുന്നേരത്തെ റിസൾട്ട് നോക്കി കണ്ടറിയാം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം വേറെ ഒന്നുമല്ല, പല ബുദ്ധിജീവികൾക്കും ഈ സിനിമ അങ്ങോട്ട് പറ്റില്ല എന്നുള്ളതാണ്. പല രീതിയിൽ കമൻറ്റും കാര്യങ്ങളും വരുമ്പോഴും അല്ലെങ്കിൽ റിവ്യൂസിലും കാണാം, മികച്ച റിവ്യൂവർമാർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ വളരെയധികം മികച്ചതെന്നല്ല, ഒരുപാട് പബ്ലിസിറ്റി ഉള്ള റിവ്യൂവർമാരെന്ന് പറയാം. അങ്ങനെയുള്ള ബുദ്ധിജീവികൾ പലർക്കും ഇത് പറ്റിയെന്ന് വരില്ല. അതേപോലെ ബുദ്ധിജീവികളായിട്ടുള്ള കാഴ്ചക്കാർക്കും ഈ സിനിമ പറ്റിയെന്ന് വരില്ല. പക്ഷേ സാധാരണക്കാർക്ക് ഈ സിനിമ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നു. കാരണം ഇത്രയൊക്കെ മതി നമ്മൾ സാധാരണക്കാർക്ക് റിലാക്സ് ചെയ്യാനെന്നുള്ളതാണ്. അത് കുറച്ചും കൂടെ നല്ലതാണെങ്കിൽ കുറച്ചും കൂടെ നന്നായി കാണും. പക്ഷേ പ്രത്യേകിച്ച് ദിലീപ് സിനിമകൾ വരുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയുണ്ട്. ആ എക്സ്പെക്റ്റേഷൻ 100% മീറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പവി കെയർ ടേക്കറിൻ്റെ പ്രത്യേകത. സാധാരണ ദിലീപ് സിനിമകളിൽ എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് ഈ സിനിമയിലുള്ളത്. അതിന് മുകളിലേക്ക് ഒന്നും തന്നെ ഇല്ല, അത് ഉറപ്പായിട്ട് തന്നെ പറയാം. പക്ഷേ ഒരു കാര്യം പറയാം, കുട്ടികളും അല്ലെങ്കിൽ കുടുംബവുമായിട്ടൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നമുക്ക് ചിരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലാണ്ട് ചില തമാശകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ചിലർ കാണിക്കുന്ന തമാശകൾ കാണുമ്പോൾ കരയണോ ചിരിക്കണോ എന്നറിയാതെ ഇരിക്കുന്ന അവസ്ഥകൾ പോലെയുള്ളതല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ദിലീപ് ആ ഒരു കോമഡി കാണിക്കുമ്പോൾ നമുക്കറിയാം, ചിലതൊക്കെ കത്താറുണ്ട്, ചിലത് കത്താറില്ല ഇപ്പോൾ ഈയിടെയായിട്ട്. പക്ഷേ ഈ ഒരു സിനിമ നമുക്ക് നോക്കുമ്പോൾ വേറിയ പങ്കും നല്ല ലെവലിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ്. നല്ല ലെവലിൽ തന്നെയാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു കാര്യം എടുത്തു പറയാം, ഇത് വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ അതിഗംഭീരമായി 50 കോടി അടിക്കുമെന്നോ പറയുന്ന യാതൊരു തോന്നലുമുള്ള സിനിമയല്ല. എന്തായാലും ഈ ഒരു സിനിമ 8.5 കോടിയോളമാണ് ബഡ്ജറ്റിൽ വന്നിരിക്കുന്നത്. അതിന് മുകളിൽ ഈ സിനിമ കളക്ട് ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും സമീപകാലത്ത് ദിലീപിൻ്റെ സിനിമകൾ ഏറെ ഭേദപ്പെട്ടതും നല്ല ലെവലിലുള്ള സിനിമയുമാണ്. അപ്പോൾ സാധാരണക്കാരായ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റിലൂടെ പറയാം. എന്തായാലും പല ബുദ്ധിജീവികൾക്കും പറയാൻ പല കാര്യങ്ങളുണ്ടാവാം. അതിപ്പോൾ ഭ്രമയോഗം ഇറങ്ങിയാലും അതല്ല ആടുജീവിതം ഇറങ്ങിയാലും അവർക്ക് ഒരേ ഉത്തരം തന്നെയായിരിക്കും, വേറെ ഒന്നുമല്ല പോരാ, കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. അങ്ങനെ ഒരുപാട് പേർ പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും തല്ലിപ്പൊളി പറഞ്ഞ പടങ്ങൾക്ക് പുറകെ പോയിട്ട് ഗംഭീരമാണ്, 100 കോടി നേടി അങ്ങനെ തല്ലിപ്പൊളി പടങ്ങളൊക്കെ കുറച്ചുണ്ട് നമുക്ക് ശരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ ഇപ്പോഴും നെഞ്ചിൽ വാഴ്ത്തുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ണ് തുറന്നെന്ന് കണ്ടാൽ ഇങ്ങനെയുള്ള സിനിമ അതിലുമൊക്കെ ഭേദമാണ് എന്നുള്ളതാണ്. എന്തായാലും അതും ഇതൊന്നും പറഞ്ഞു വരികയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളും നമ്മൾ സിനിമയ്ക്ക് ചെല്ലുമ്പോൾ കുട്ടികളും സ്ത്രീകളും എല്ലാം നല്ല ലെവലിൽ ഇത് എൻജോയ് ചെയ്യുന്നു. അവർ ചിരിക്കുന്നു. ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിൽ പോലും അവർ ചിരിക്കുന്നു എന്നുള്ളെങ്കിൽ അവർ എൻജോയ് ചെയ്ത് പോകുന്നു. 2.5 മണിക്കൂർ ഒരു സിനിമ കാണുമ്പോൾ 150 രൂപ കൊടുക്കുമ്പോൾ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്നൊരു ചോദ്യം. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടേണ്ടെന്നോ പറയാൻ ഉള്ള അവകാശം നമുക്ക് ആർക്കുമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ പറയാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻസിലൂടെ പറയാം, കാരണങ്ങൾ സഹിതം ഗ്രേറ്റ് മീഡിയാസ്.